എന്താണ് ആ കേട്ടോ കേട്ടോ എപ്പോൾ കിട്ടിയ മുക്കൽ തൊട്ടിട്ട് ഞാൻ തൽക്കാലം അവൻ്റെ മൂക്കൽ ഇതേക്കുന്ന് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചലഞ്ച് വരുന്നത് കേട്ടോ. കുറച്ച് ടാസ്ക്കാണ്. എന്നാലും ആ ചലഞ്ചിൻ്റെ പ്രത്യേകത ഞാൻ തന്നെ പറയാം. എന്നിട്ട് മച്ചനോട് ബാക്കി ഡീറ്റെയിൽ ചോദിക്കാം. വേറൊന്നുമല്ല, നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചലഞ്ച് വരുന്നത്. നമുക്ക് സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒന്നെങ്കിൽ കൂട്ടി നഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടാവും, കെട്ടിയെടുത്ത് നഴിക്കുക, അല്ലെങ്കിൽ തൊട്ട് കാണിക്കുക, അങ്ങനെ സംഭവങ്ങളാണ് നമുക്ക് സാധാരണ വരല്. പക്ഷെ എനിക്ക് 4 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അതിലൊരു വെറൈറ്റിയാണ്. ഒരു കാറിലൊരു ഡോഗിനെ ഇടും അല്ലേ? അപ്പൊ കാറിൽ നിന്ന് ഈ ഡോഗിനെ അഴിക്കുകയോ അല്ല അതിന് കൂടെ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, അല്ല കാറിൽ കയറുന്നതൊക്കെ അടുത്ത് പോയാലും ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം ആ ചലഞ്ച് എന്താണെന്നും പിന്നെ ഡോഗിന്റെ ഡീറ്റെയിൽ എന്താണെന്നും അച്ഛന്റെ പേരെന്തായാലും അമലായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, വാട്സാപ്പിൽ 2 മെസ്സേജ് അയച്ചിട്ടുള്ളൂ. അമലേ, മുഖവരി നമ്മുടെ പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞത് എന്താണ് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ഞാൻ നല്ല സോഷ്യലൈസ് വളർത്തേക്കുന്ന പട്ടിയാണ്. കാറിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആള് എല്ലാവരുമായിട്ട്, ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അടുത്തില്ലെങ്കിൽ സ്വഭാവം മാറും. ഞാൻ അടുത്തുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ടാണ് പോണേ ആണല്ലേ. പക്ഷെ കാറിനകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിയുടെ ലോക കൂടില്ല. ഞങ്ങൾക്ക് കൂടില്ല. എന്റെ കൂടെ തന്നെ വളർത്തുന്നത്. ഇപ്പൊ എറണാകുളം പോയാലും എറണാകുളത്താണ് അവിടെ. അപ്പൊ എറണാകുളത്ത് എന്റെ കൂടെയാണ് അവിടെ. ഇങ്ങോട്ട് തിരിച്ചു ഇപ്പൊ ഫുൾ ടൈം കാറിലാണ് പുള്ളി. അപ്പൊ കാറ് പുള്ളിക്ക് ഒരു ലോകം പോലെയാ. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ അല്ലാണ്ട് വേറൊരു മനുഷ്യൻ. ഞാൻ കൂടെ ഉള്ളപ്പോ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. കാറിനകത്ത് കുറച്ച് അഗ്രഷൻ കൂടുതല. എന്നെ വരെ ദേഷ്യം വന്നാൽ കടിക്കാൻ പറ്റും എന്നുള്ളത്. ശരി, കൂടിന് പകരം കാറാണ് അവന്റെ ലോകം. അപ്പൊ അവിടുന്ന് അവനെ ഇറക്കാന്ന് പറഞ്ഞ ടാസ്ക് ആണ്. പിന്നെ ബെൽജിയാണ്. കടി എന്ന് പറഞ്ഞാൽ ചന്നം പിന്നെ കടിയായിരിക്കും കേട്ടോ. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അവൻ്റെ പേരെന്താ വെച്ചാനെ? റോക്കോ. റോക്കോ. ഇന്ന് നമ്മളെ ജിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ട്രയൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ജിന്നിനൊന്ന് ട്രയൽ കാണിച്ചാൽ തന്നെ സാധാരണ ഞാൻ ഏത് നായൻ്റെ അടുത്ത് പോകുമ്പോൾ മരിച്ചാണ്ട വീഡിയോ എടുക്കല്. ഇതും കൂടി പോയി നോക്കുക. എന്താടാ ഞാനല്ല അവൻ. എന്റെ മുട്ടുംകാല് വിറക്കുണ്ട്. ഞാൻ ഇത് എനിക്ക് നടക്കൂല, ഇത് നിങ്ങൾക്കേ നടക്കുള്ളൂ. നിങ്ങൾ ഏറ്റെടുത്തോളി. അപ്പൊ ചിന്നു പോയപ്പോ കണ്ടില്ലേ, ഇത് ട്രയൽ കാണിക്കേണ്ട ആവശ്യമില്ല. റോക്കോ ഭയങ്കര റോക്കാനാ അല്ല? റോക്കോ അടിക്ക് വരുമോ കേട്ടോ? അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ വരും. റോക്കോ എടാ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചലഞ്ച് കിട്ടുന്ന എനിക്ക് കേട്ടോ. നമ്മൾ വിചാരിച്ചു കേട്ടോ, നമ്മൾ പറഞ്ഞ ബെൽജിയം അല്ല, കുറച്ചും കൂടെ ഇച്ചിരി ലെവലിൽ നിൽക്കുന്ന ഒരു ബെൽജിയം കേട്ടോ. അല്ല റോക്കോ? നമുക്ക് ഇവിടെ ഇച്ചിരി മാറ്റി വെച്ചാൽ അങ്ങോട്ട് ഇന്ന് ഇച്ചിരി അവിടെ മാറി തന്നെ കുറച്ചു നേരം നിന്നെ കണ്ടിട്ട് അവൻ അങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലേ? അല്ലേ റോക്കോ? ഞാൻ കാറി കയറട്ടെ? നമുക്ക് എറണാകുളം വരെ പോയിട്ട് തരാം. ചെറിയ സംഭവം അല്ല റോക്കോ കേട്ടോ. എപ്പ കിട്ടിയ എന്ത് കാണിച്ചാലും കടി അല്ല റോക്കോ? എന്ത് കാണിച്ചാലും കടിയാണോ? ആണോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാൻ കാറിലൂടെ കയറിയിരിക്കട്ടെ? കാറിൽ ഞാൻ കയറിയിരിക്കട്ടെ? കാറിലും നീ ഈ ഭാഗത്തേക്ക് വന്നേക്കാറോ അല്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. പക്ഷേ നിന്റെ കാറ്, നിന്റെ വണ്ടി, നിന്റെ ആള് എല്ലാം നിന്റെ കേട്ടോ. എല്ലാം നിന്റെ. അങ്ങോട്ട് നോക്കി, അവരെ നോക്കി, അങ്ങോട്ട് നോക്കടാ. എടാ അങ്ങോട്ട് നോക്കി, ആ ജിന്നിനെ നോക്കി കണ്ടോ? എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും ഉണ്ട്. നിന്റെ അച്ഛൻ പറഞ്ഞെന്താ അറിയോ? നിന്റെ അടുത്തേക്ക് വന്നൊന്ന് കാണിച്ചെന്നൊക്കെ പറഞ്ഞേ. എന്താണ്? ഒരു ഷെയ്ക്കാനൊക്കെ തരുമോ? കടിയല്ല, ഷെയ്ക്കാൻ തരാം. ഷെയ്ക്കാനാണോ? അടി തരും ഞാൻ. ഷെയ്ക്കാൻ നമുക്കൊന്ന് എറണാകുളം വരെ പോയിട്ട് പോവാം. നമുക്ക് എറണാകുളം വരെ. നീ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എനിക്കും നാളെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് 2 പേർക്കും അങ്ങ് പോവാം. അച്ഛനെ കൂട്ടി നമുക്ക് എല്ലാവർക്കും അങ്ങ് പോവാം. അച്ഛൻ്റെ പേര് വിട്ടോ? എന്തായിരുന്നു? അമല് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. അമ്മേട്ടനെയും കൂട്ടി നമുക്ക് ഈ കാറിൽ നിന്ന് ട്രിപ്പ് അടിക്കാം. ആയിരുന്നു ഐഡിയ. ഞാൻ വണ്ടി എടുക്കട്ടെ? നമുക്കൊന്ന് വിട്ടാലോ? ഇന്ന് എറണാകുളം വരെ പോയിട്ട് വരാം. നമ്മൾ ഒരുമിച്ച് അങ്ങ് പോവും. താക്കോലൊക്കെ വണ്ടിയിലുണ്ടോ? താക്കോൽ അച്ഛനടുത്തുണ്ട്. താക്കോലും കേട്ടെ. അപ്പോൾ നമുക്കിന്നേ ഒന്ന് എറണാകുളം പോകും. നമ്മളൊന്ന് എറണാകുളം വരെ പോകും കേട്ടോ. എറണാകുളം വരെ നമ്മളൊന്ന് പോയിരിക്കും. പറഞ്ഞാട്ടല്ലോ, നമ്മളിന്ന് പോയിരിക്കും. ഒരു ഉമ്മാരോ ചെവടിക്കും. ഒരു ഉമ്മാരോ എടാ, നിന്റെ പേര് വിട്ടുപോയി വീണ്ടും. പേരെന്താ?
റോക്കോ മാരക പേരൊക്കെയാണല്ലോ റോക്കോ നല്ല ലുക്കാട്ടോ മച്ചാനെ കാണാൻ, നല്ല ലുക്കാട്ടോ. നമ്മൾ വിചാരിച്ചൊരു ബെൽജിയം പോലല്ല. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അല്ല കേട്ടോ, വേറൊരു ടൈപ്പാണ് വിചാരിച്ചേ. ചെവിയൊക്കെ നല്ല സുന്ദരനാണല്ലോ അല്ലേ? നമ്മൾ സുന്ദരനാണല്ലോ. പോവാ നമുക്ക് ഇന്ന് വിട്ടാലോ നമുക്ക്? ഇന്ന് എറണാകുളം പോയിട്ട് വരാം. ഇന്ന് ഡ്രൈവർ സീറ്റിൽ ഞാൻ കയറിയിരിക്കും കേട്ടല്ലോ. ഇന്ന് ഡ്രൈവർ സീറ്റിൽ ഞാൻ കയറിയിരിക്കും പറഞ്ഞാട്ടാ. ഞാൻ കയറി ഇത് കീ നിന്റെ വണ്ടിയുടെ കീയാ, മനസ്സിലായോ? ഈ കീ നിന്റെ വണ്ടിയല്ല, എന്നെ നോക്കൊന്നും വേണ്ട, മനസ്സിലോ? മിറർ പൊടിച്ചേക്കല്ലേ, മനസ്സിലായല്ലോ? നിന്റെ വണ്ടിയാണ്, എൻ്റെ വണ്ടിയല്ല. പോയാൽ നിനക്കാണ് നഷ്ടം, മനസ്സിലായല്ലോ? ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും കേട്ടോ, ഒരു ഡോഗിൻ്റെ സ്വന്തം പേര കാറ് ഫോർച്യൂണർ സ്വന്തമായിട്ടുള്ളൊരു ഡോഗാട്ടോ. എനിക്ക് ചരിത്രത്തിൽ ആദ്യമായിരിക്കും നമ്മുടെ വീഡിയോ വന്ന ശേഷം കണ്ടു ഒരു ഫോർച്യൂണർ സ്വന്തമായിട്ടുള്ള ബെൽജിയം മല്ലാണ് കേട്ടോ ഇത് കേട്ടോ. നിന്റെ പേരിലേക്ക് എഴുതി തന്ന സാധനമാണോ? ശരിയാക്കി ഞാൻ കേട്ടോ. കയറട്ടെ, ഞാൻ വണ്ടി കയറിയിരിക്കട്ടെ, നമുക്ക് പോയാലോ? എന്തിനെങ്ങോട്ട് വരുന്നേ? മിറർ കളയണ്ട, മിറർ കളയണ്ട, മിറർ പോവും. മിറർ കളയുന്നില്ല കേട്ടാ. എന്താണ് പോയാലോ നമുക്ക്? പോയാലോ നമുക്ക്? പോവാ അല്ലെ? ഞാൻ ഇവിടെ കയറിക്കട്ടെ, കയറിയിരിക്കട്ടെ. നിനക്ക് മാത്രം കയറുന്ന മതിയോ? എനിക്കും കയറിയിരിക്കണം, ഞാൻ കയറിയിരിക്കട്ടെ. ഒളിഞ്ഞു നോക്കുന്നവൻ അവൻ ഭീകരൻ. ഒളിഞ്ഞു നോക്കുന്നവൻ ശരിയാക്കും തന്നെ ഞാൻ കേട്ടല്ലോ. കയറിയിരിക്കട്ടെ, വണ്ടി കയറിയിരിക്കട്ടെ, ഇരിക്കട്ടെ. എന്താണ് തുപ്പളം തെറിപ്പിക്കരുത്? തുപ്പളം തെറിപ്പിക്കരുത്, അടി വാങ്ങും നീ തുപ്പളം തെറിപ്പിച്ചാലേ കേട്ടാ. പോവാ നമുക്ക്? പോയാലോ? അങ്ങനെ നമ്മളെ ഫുൾ കച്ചറാകരുത്, മനസ്സിലായല്ലോ? നമ്മൾ മിതവായിട്ടൊക്കെ നിൽക്കണം. ഇങ്ങനെ കാണിക്കുന്നതിനാ ഞാനും പല്ലടിച്ച് കാണിക്കുക. നീ മാത്രമല്ല, ഞാനും പല്ലിളിച്ച് കാണിക്കും. നിനക്ക് മാത്രമേ പല്ലടിക്കാൻ അറിയുള്ളൂ വിചാരിച്ചോ? എനിക്കും പല്ലടിക്കാൻ അറിയാം കേട്ടാ. ഞാൻ അങ്ങോട്ട് വരാം, വണ്ടിയിലുള്ളിൽ വരാം കേട്ടാ. പോയാലോ നമുക്ക്? ഞാൻ കയറി ചേട്ടായി കൊണ്ടാ തന്നെ. നമ്മളിന്ന് തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം വഴി അങ്ങ് പോവും. ആള് വരുന്ന വരെ കേട്ടോ, ടെററാണ് കേട്ടോ. ചെറിയ മൈൻഡ് നല്ല പോട്ടോ ചേട്ടായി കേട്ടോ. എന്നാ മാറി പോവാ. ഷോളറെ കടിച്ചേക്കരുത് പറഞ്ഞ മനസ്സിലായോ? ഷോളറെ കടിക്കരുത്, മുഖത്ത് കടിക്കരുത്. ഇതിലെന്താ ടാസ്ക് എന്നറിയോ? മുഖത്തൊക്കെ കടി വരും കേട്ടോ, മുഖത്തൊക്കെ കടി വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. നിന്നെ ഞാൻ അടിച്ചോണ്ട് പോവാണ്, നിന്നെയും വണ്ടീനെ ഞാൻ അടിച്ചോണ്ട് പോയിരിക്കും കേട്ടല്ലോ. ഈ വഴിയിൽ നിന്ന് നമ്മൾ അടിച്ചോണ്ട് പോയിരിക്കും, പറഞ്ഞ മനസ്സിലായോ? ഇതിപ്പോ സ്റ്റിയറിംഗ് എത്തൂല സംഭവം, കറക്റ്റാ സെറ്റ് വെച്ചേക്കുന്നത്. ഞാൻ സ്റ്റിയറിംഗ് സീറ്റ് കയറി, ഡ്രൈവിംഗ് സീറ്റ് കയറി അപ്പം കടി വീഴും. ആ ഗ്യാരണ്ടിയാ അല്ലേ? അല്ല വെച്ചേ എന്താണ് എന്തിനെത്ര കച്ചറ? അവനെ മാത്രം പിടിക്കാം നമുക്ക്. പോവാ നമുക്ക്. ചായ ഓടിച്ചിട്ട് പോട്ടോ, വണ്ടി എടുത്തിട്ട് പോവാണേ കേട്ടാ. വണ്ടി കൊണ്ട് ഏട്ടായി പോവാ. ഓക്കേടാ, ഓക്കെയാണ്. അയ്യോ പേരെന്താണ് പറഞ്ഞത്? റോക്കോ എടാ റോക്കോ ഇങ്ങ് വന്നേ. അവനെ നോക്കണ്ട, അവൻ നമ്മുടെ ശത്രുവാണ്. അവൻ്റെ താടിയെ കണ്ട, താടിയെ തന്നെ അറിയാം ശത്രുവാണ് കേട്ടാ. പറഞ്ഞ കേട്ടാ. എടാ റോക്കോ, എടാ ഞാൻ ഒന്ന് ഹോൺ അടിക്കാൻ വന്നാണ് റോക്കോ. എന്തെന്നാ ഇത്? ഞാൻ നിന്റെ വണ്ടിയാണ് സമ്മതിച്ചു, നിന്റെ വണ്ടിയാണ് സമ്മതിച്ച്. ഓക്കെ നിന്റെ വണ്ടിയാണ്. നോക്കണം അവൻ്റെ. അല്ല പിന്നെ എനിക്കിതിനാ നിന്റെ വണ്ടി, നീ എടുത്തത് എൻ്റെ വണ്ടി. പക്ഷെ നമുക്ക് ട്രിപ്പ് പോകണം, അത് നടക്കുമോ? നമുക്കൊന്ന് മൂവാറ്റുപുഴ പോയിട്ട് വരാം, നമുക്ക് ചായ കുടിക്കാൻ പോയിട്ട് വരാം കേട്ടാ. പറഞ്ഞ കേട്ടോ. എടാ നീ പറഞ്ഞ കേട്ടോ, നമുക്കൊരു ചായ കുടിക്കാൻ പോവാ. ഒരു ഹോൺ അടിച്ചാൻ. ഹലോ ഇങ്ങോട്ട് നോക്ക്. ഹോണ് പോവാ. എടാ പോവാ, വാ റോക്കോയെ. എന്താണ്? ഇത് ഇന്നെയാണ്. പോവാടാ കേട്ടോ, നമ്മൾ പോവാണേ. പോവാണ്, മാറ്. നമ്മളെ ഇവിടെ മൊത്തം നിന്റെ തുപ്പലം, മൊത്തം നിന്റെ തുപ്പല. തേനീച്ചക്കൂട് കണ്ടു. അവിടെ തേനീച്ചക്കൂടൊക്കെ ഉണ്ടാറോക്കോ. ഇപ്പം നീ അല്ലെങ്കിൽ തേനീച്ചയിലും ഇപ്പോൾ കുത്തുന്ന സ്ഥിതിയാണ് എനിക്ക്. മാറ്
എന്നാ കൊണ്ടുപോ പേപ്പർ വേണോ നിനക്ക്? പേപ്പർ വേണോ കൊണ്ടുപോ. എന്താ നിന്റെ തന്നെ ഇത് നിന്റെ തുപ്പല ഞാൻ എടാ നിന്റെ തുപ്പലതാക്കിയാന്ന് പറഞ്ഞപ്പോൾ എന്താ കേട്ടേ കലിപ്പൊക്കെ അവൻ്റെ അവിടെ കലിപ്പ അവൻ്റെ പോവാ നടക്ക് നീങ്ങിരിക്കും പോട്ടെ. കാലെടുത്ത് കുത്താൻ സമ്മതിക്കില്ല അല്ലേ? ശരിയാക്കോട്ടോ തന്നെ പറപ്പിക്കുന്ന തന്നെ ഞാൻ അവിടെ നിന്ന് കേട്ടല്ലോ. ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞാലേ വണ്ടിക്കുള്ളിൽ ഇരുന്ന് കടിയായിരിക്കും അവൻ. ചെറിയ കടിയൊന്നും അല്ലായിരിക്കും. ഹലോ ബോസ്, ഹലോ ബോസ്, പോവാ നമുക്ക്. എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ മനസ്സിലായല്ലോ. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം. ഒരു ഫോർച്യൂണർ സ്വന്തമായിട്ടുള്ള അഹങ്കാരം നമുക്ക് കൊണ്ടുവരാ വണ്ടിയൊക്കെ. ബേക്കി കയറട്ടെ, കുറച്ച് നേരം ഞാൻ ബേക്ക് വന്ന് ഇരുന്നിട്ട് കയറി വരാം കേട്ടല്ലോ. ഞാൻ ഇതിലെ വരുന്നുണ്ട് കേട്ടാ. കുറച്ച് അതിനോടൊന്ന് സംസാരിക്കാൻ പറ്റും നോക്കട്ടെ, എന്നിട്ട് കയറാം. ഈ ഷോൾഡർ വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. ഷോൾഡർ കളയണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഷോൾഡർ കോ ഡ്രൈവർ സീറ്റിൽ നീ എന്നെ ഇരുത്തില്ല. ഡ്രൈവർ സീറ്റിൽ നീ എന്നെ ഇരുത്തില്ല അല്ലേ? ഡ്രൈവർ സീറ്റിൽ നീ ഇരുത്തില്ല. അവിടെയാണ് തേനീച്ച കൊടുക്കണ്ട. അവിടെ അടി തുപ്പല തെറിപ്പിക്കുന്നു. എന്തിനെ തെറിപ്പിച്ചു? എടാ ഇത് വണ്ടി നിന്റെയാണ് സമ്മതിച്ചത്. വണ്ടി എൻ്റെ സമ്മതിച്ചേട്ടാ. വണ്ടി എൻ്റെ കേട്ടാ. സീറ്റ് ബെൽറ്റ് വേണ്ട നിനക്ക്? എടാ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ നീ? അവിടെ ഒരു തേനീച്ചക്കൂടുണ്ട് പുറകിൽ. പോ നമുക്ക്. എന്തോരു തുപ്പലം തെറിപ്പിച്ചടി. ഒച്ച കേട്ടെ. ഫോൺ ഫോൺ അടിക്കുന്നേ. ഫോണ് നിനക്ക് കൂടെ എടുക്ക്. ഫോൺ വരുന്നുണ്ട് നിനക്ക്, എടുക്ക്. എന്താ നോക്കണേ അല്ലേ? വണ്ടി തൊട്ടിട്ട് മിറർ അടി വെച്ച് വരും. മിറർ പോയാൽ എനിക്ക് നഷ്ടമില്ല, നിനക്ക് നഷ്ടമുള്ളൂ. എൻ്റെ മിററൊന്നുമല്ല, നിൻ്റെ വണ്ടിയുടെ മിററാവാന്ന് കേട്ടോ. ശരിയാക്കട്ടെ അടി തുപ്പലം തെറിപ്പിക്കുന്ന. തുപ്പലം തെറിപ്പിക്കുന്ന അവിടെ വരുന്നുണ്ട് ഞാൻ കയറാൻ. വണ്ടി കയറ്റം. എടാ മാറി കളിക്കരുത് കേട്ടോ. കളിക്കരുത് നീ അവിടെ നിന്ന് കേട്ടോ. നീ അവിടെ കളിക്കരുത്. നീ ശരിയാക്കും തന്നെ ഞാൻ. പോവാ എന്നാ വണ്ടി എടുത്തങ്ങ് പോയാലോ നമുക്ക്. അപ്പോൾ ഞാൻ കയറി ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഷോളർ, കഴുത്ത്, തലയൊക്കെ ആയിരിക്കും കേട്ടോ കടി വരുന്നത്. മച്ചാനെ ഇവിടുന്ന് അവൻ കടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എവിടെ ആണോ? വണ്ടി കയറി അടി കിട്ടിയേ ആണോ? വണ്ടീനുള്ളിൽ ഓടിച്ചിട്ട് അടിച്ചോ? ഓടിച്ചിട്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ ചില്ലറക്കാരൊന്നും അല്ല അവൻ. ഓടിച്ചിട്ട് കടിച്ച്. പോടാ സ്റ്റാർട്ടാക്കി. ഞാനേ ഈ മുഖത്തുള്ള കളി, നാളെ നമുക്ക് കളിയുണ്ട്. നാളെ ഈ ക്രിക്കറ്റ് മാച്ച് ഉണ്ട് എറണാകുളത്ത്. അവിടെ മുഖത്ത് കടി ഞാൻ ഒഴിവാക്കാതെ. ഇപ്പം എത്ര മിനിറ്റ് ആടാ? 22 മിനിറ്റ്. അതെങ്ങനെ ഇതുപോലെ കുറെ കുറിപ്പുകളുടെ ചലഞ്ചല്ലേ നമുക്ക്. ചേട്ടാ എനിക്കവിടെ കയറി കൊണ്ടുവന്നില്ലേ വേണ്ട എനിക്ക്. എൻ്റെ വേറെ തൊണ്ട് കേട്ടോ. നിൻ്റെ പല്ല് മാത്രമല്ല എനിക്കുണ്ട് കൈ. എൻ്റെ കൈ ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാനൊന്ന് ഷെയ്ക്കാൻ തരുമോ? എടാ ഷെയ്ക്കാൻ തരുമോ? പെട്രോൾ കാണുന്നില്ല അതുകൊണ്ടാ. ഷെയ്ക്കാൻ ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. നമുക്ക് ലാസ്റ്റ് മുഖത്ത് കടി ഒഴിവാക്കിയിട്ട് കയ്യെ മാത്രം കടിയാക്കി ലാസ്റ്റ് തീർക്കാം. കൊച്ചേ ഇറങ്ങി വന്നോ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വന്നോ. കയ്യിൽ മാത്രം കടി. ഉപ്പലം തെറിപ്പിച്ചിട്ട് മുഖത്ത് ഉപ്പലം തെറിപ്പിക്കരുത്. കാര്യം.
പാൻ്റയിൽ, ഉടുപ്പയിൽ, മുണ്ടയിൽ എല്ലാത്തിലും തുപ്പലായ എൻ്റെ അല്ലേ 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 കൊച്ചിക്ക് വന്നേ വന്നേ ഇത് വന്ന ആ മൂക്കേല തൊട്ടേ മൂക്കേൽ ആ മൂക്കേ മാത്രം ഓ അടുത്തൂടെ പോയേ ആ മൂക്ക മാത്രം വന്നേ വന്ന് ആ മൂക്കേ തൊട്ടേ വാ ഇങ്ങോട്ട് വാ എടാ മൂക്കേല തൊട്ടടാ ഇവിടെ വന്നേ ഞാൻ മൂക്കെ തൊട്ട് തൽക്കാലം തൊട്ടാൽ മതി എന്ന് വെച്ചാൽ പറഞ്ഞേ ഒന്ന് മൂക്കെ തൊടാം വണ്ടിയുടെ സംഭവം എന്താ പറയുക വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി എടുക്കുമ്പോൾ ഈ കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അതിലും പോയി കയറണ്ട വന്നേ വാ എടാ ആ മൂക്കെ തൊട്ടെ ആ മൂക്കേ മാത്രം മൂക്കേൽ മാത്രം ഒറ്റ മൂക്കേൽ എടാ മൂക്കേൽ മാത്രം ഇപ്പോൾ കയ്യിൽ വിരലിൽ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ എടാ ഇവിടെ എന്നെ നോക്ക് അവരെ മാത്രം നോക്കാം എന്നെ നോക്ക് ദേശീയൊക്കെ അങ്ങ് മൂർജനാവസ്ഥയിലെത്തി ഞാൻ നാക്കെ തൊട്ടേ നിന്ന് നാക്കേലും തൊട്ടെ തൊട്ടെ മുഖത്ത് പിടിക്കരുത് എനിക്ക് ഇങ്ങനെ നാക്കണം ഓ ദേഷ്യം അങ്ങോട്ട് ഇളിച്ചം കയറുവാണല്ലോ ഞാനും തിരിച്ചൊരു കടി തരും നിനക്ക് നീ മാത്രം കഴിക്കുമെങ്കിൽ മനസ്സിലായല്ലോ ഈ ഡോർ തുറന്നിട്ട് പോകാം വന്നേ ബുദ്ധിക്ക് കളിക്കാൻ പോകണ്ട ബുദ്ധിക്ക് കളിക്കുക നോ ഇല്ല ശരിയാ കേട്ടോ തന്നെ ആ മൂക്കൽ തൊട്ടിട്ട് ഞാൻ തൽക്കാലം അവൻ്റെ മൂക്ക തൊട്ടെ തുപ്പല തെറിപ്പിക്കുന്നു മൂക്ക തൊട്ടെ ഈ ആ പല്ലെന്ന് കണ്ടായോ പല്ലേല് തൊട്ടെ മൂക്ക തൊട്ടെ എടാ തൊട്ടെ ഒന്ന് തൊട്ടെ ഒന്ന് മേത്ത് തൊട്ടെ ഒന്ന് മൂക്ക തൊട്ടെ ഞാൻ തൽക്കാലം മൂക്ക തൊട്ട് ഒഴിവാക്കാം ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ കുളിപ്പിച്ചിട്ടാ നീ വിട്ടോളൂ അപ്പോൾ നീ വന്നേ എടാ മൂക്കേ തൊട്ടെ മൂക്കയിൽ അല്ല തലയിൽ തല തൊട്ടെ തലയിൽ നീ ഒരു 10 അടി മാറിയെന്നോ അല്ല ഇതിൻ്റെ മൂക്കുണ്ടാവില്ല തല ഉണ്ടാവില്ല അത് അങ്ങനെയല്ല പറഞ്ഞ നീ അല്ലേ അങ്ങനെയല്ലോ ഏറിൻ്റെ കൈ തട്ടി ഏറ് കേട്ടോ നിൻ്റെ അതിൻ്റെ അടി ശരിയാക്കുന്നതിന് കേട്ടോ ഞാൻ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിനക്ക് മാത്രം ദേഷ്യം വന്നാൽ പാടില്ല തല തൊട്ടെ നമ്മൾ തലയെ തൊട്ടിട്ട് നമുക്ക് പോവാം ഡ്രൈവർ സീറ്റിൽ എന്തായാലും കയറിയിരിക്കൽ മുഖത്ത് കടി വരും അവൻ സംഭവം എന്താ വെച്ചാൽ ഇവൻ കയറിയിരിക്കും എങ്ങനെയാ അറിയോ ഒരു 2 കടി അത് ഗ്യാരണ്ടി ആയിട്ട് കാറിൽ കയറിയിരിക്കാന്ന് പറഞ്ഞാൽ ആള് ഒരു ബൈറ്റ് വരും പിന്നെ കടി വാങ്ങിയിട്ട് വേണേൽ കയറിയിരിക്കാം ഇപ്പം മിക്കവാറും ചെയ്യേണ്ടതാണ് കടി വാങ്ങി കയറിയിരിക്കേണ്ട അവസ്ഥ ഡ്രൈവർ സീറ്റിൽ ഒന്ന് കയറിയിരുന്നേ ഇനി ഇങ്ങോട്ട് വന്നേ എന്ത് നല്ല പുള്ള ഇപ്പൊ കുറച്ചും കൂടെ ദേഷ്യം കൂടിയാണ് ഇപ്പോഴാണ് പവർ കുറച്ചും കൂടെ കൂടിയത് പുള്ളിയെ തൊട്ടാലും മച്ചാനെ എന്തെങ്കിലും ചെയ്താലും സുഖമുണ്ടല്ലേ ആ ക്ലാസ് എത്തിക്ക് ഞാൻ അങ്ങോട്ട് വരാം അതായത് പുള്ളീനെ ഇപ്പൊ നമ്മൾ എന്തായാലും ചിലപ്പോ പറിച്ചിങ് വരും പറഞ്ഞു എടാ അവന്റെ ജിന്നെ എന്നാ അവിടുന്ന് കണ്ട മോവാവുന്നല്ലോ കേട്ടോ ഇവിടുന്ന് മോവൊക്കെ മാറിയിട്ട് അവന് വേറെന്തൊരു കോലായി വേറൊരു ടെറർ ലുക്ക് നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും ഇങ്ങനെ ഇരിക്കും പുറത്തിറങ്ങിയിട്ട് എന്താ അവസ്ഥ പുറത്തിറങ്ങിയാൽ വലിയ കുഴപ്പമില്ല പുറത്തിറങ്ങാനായിട്ട് ഇണങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേ നമുക്ക് അവിടെ തന്നെ ഇരുന്നോ ജിന്നെ ഇതിൽ സുല്ലിട്ടോ സുല്ല് വണ്ടിക്കാത്ത സുല്ല് ഞാൻ സുല്ലിട്ട് വന്നു വണ്ടിക്കാത്ത അവൻ കയറി മുഖത്ത് കടിക്കും അവന് പുള്ളി ഞാൻ തോറ്റുവന്ന് മുന്നേ നമ്മൾ തോറ്റെന്നല്ല ഇപ്പം കയറിയിരുന്നാലേ ഈ ഒരു ഭാഗത്തേക്ക് എവിടെ വേണം കടിക്കുവാൻ കൈക്കൊന്നല്ല കടിക്കുക ആ മോന്തൊക്കെ കടിച്ചളി അല്ലേ മോന്തൊക്കെ കടിച്ചളി എന്തുവാണ് 2 ലിറ്റർ വെള്ളം കണ്ട് പുറത്ത് പോകുന്നു 2 ഒന്നും അല്ല ഇപ്പോൾ 5-6 ലിറ്റർ വെള്ളം കളഞ്ഞാലോ തുപ്പലായിട്ട് തന്നെ അച്ഛനെ ഇവനൊന്ന് പുറത്തിറക്കാം അച്ഛനെ നീ വേണ്ട അല്ല പുള്ളി പിടിക്കൂടാ ടെൻഷൻ അടിക്കല്ലേ
വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങാൻ ഇച്ചിരി പാടാണ് ഉള്ളപ്പോഴേ. ഓ വണ്ടി അങ്ങനെയല്ലേ, ഇറങ്ങാനും പാടാം. ഇതില് നമ്മള് പിന്നെ ഇതാണ് അവസ്ഥ. ആ വണ്ടി ഇപ്പൊ പുള്ളി എനിക്ക് മച്ചാൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പക്ക ചലഞ്ചാണ്. കാരണം അവർക്കറിയാം ആ വണ്ടിക്കുള്ളിൽ അവൻ സ്ട്രോങ് ആണ്. വണ്ടിക്കുള്ളിൽ ഒരു രക്ഷയില്ല, അവൻ ചീറാണ് കേട്ടോ. ഇപ്പൊ ആരെന്നല്ല ഞാനെന്നല്ല ആര് വന്നാലും ശരി, ആ വണ്ടിക്കുള്ളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അപ്പം കയറി കടിച്ചോളി. ഇത് പിന്നെ നമ്മൾ വേറെ കാര്യമുണ്ടേ, ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇവനെ കാണുമ്പം വ്യൂ അവിടെ എല്ല് കാണുന്നുണ്ടെന്ന് കാണണ്ട. ഇത് വർക്കിംഗ് ലൈൻ ടൈപ്പ് സാധനമാണ്. അവരുടെ ശരീരം അല്ലേ, ശരീരപ്രകൃതി അങ്ങനെയാണ്. ബെൽജിയാണ് അറിയാലോ, ചില ബെൽജിയൊക്കെ നല്ല വണ്ണം വെച്ചൊക്കെ ഇരിക്കും. അത് എനിക്ക് 2 ടൈപ്പ് അങ്ങനെ തോന്നുന്നല്ലേ ബെൽജിയം അല്ലേ. ഇവർ വർക്കിംഗ് ലൈൻ, ഇവർ ഹൈറ്റ് ആയിട്ടില്ല. നമ്മൾ നോർമൽ കാണുന്ന ജർമ്മൻ അല്ല ബെൽജിയം പോലെ അല്ല, കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അവന്. എന്താണ് നീ വണ്ടിക്കകത്ത് ചറ പറയാണല്ലോടാ? ഡീസൻ്റ് അല്ല, അവന് മൈൻഡ് ഉണ്ട്, അവൻ്റെ മൈൻഡിലുണ്ട്. ഈ പിന്നെ പുറത്തിറക്കുമ്പോൾ എങ്ങനെയാ ഇവരോടൊക്കെ എങ്ങനെയാ എല്ലാവരോടും? ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വളർത്തിയേക്കുന്നത്. എനിക്ക് ഈ ട്രിപ്പൊക്കെ പോയി നമ്മൾ സ്ഥിരം പോണ അപ്പൊ ഇവന്മാരൊക്കെ ആയിട്ട് വിഷയമാണെങ്കിൽ ശരിയാവില്ല. ആ ഒരു രീതിക്കാണ് ട്രെയിൻ ചെയ്ത് എടുത്തേക്കുന്നത്. ശരി, ട്രെയിനിങ് നമ്മൾ ചെയ്തായിരുന്നോ? ഇപ്പൊ എത്ര വയസ്സായി? 3 വയസ്സോ? 2 വയസ്സ്. ഈ വണ്ടി കയറിയിട്ട് ഇങ്ങനത്തെ അഗ്രഷൻ കാണിച്ച് എത്ര കുറെ ആയോ? ചെറുപ്പം പോലെ എങ്ങനെയാ? ആണോ? ചെറുപ്പം പോലെ എങ്ങനെയാ? അതവന്റെ ബ്ലഡിലുള്ള സാധനം. വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി മാത്രമാണോ, വേറെ വണ്ടി കയറിയാലോ? ഏത് വണ്ടി കയറിയാലും ഞാൻ കയറ്റി ഇരുത്തിയാലാണ്. ഓ അങ്ങനെയുണ്ട്. ആ കാര്യത്തിൽ പുലിയാ. മെയിലല്ലേ? മെയിലാ. പിന്നെ പെർഫോമൻസ് അല്ലേ. ഇപ്പം നമ്മുടെ ബെൽജിയത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഇറക്കാതെ പോന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു സാധനം ചെയ്യാതെ പോന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഈ ചെയ്യുന്ന സാധനമാണ് നമുക്ക് കിട്ടിയൊരു ചലഞ്ച് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിക്കാന്ന് പറഞ്ഞാൽ. പിന്നെ കടി കിട്ടുമെന്ന് ഗ്യാരണ്ടിയാണ്. പിന്നെ മുഖത്തൊക്കെ കടി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഷോ ഓഫ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കടി നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് അറിയാലോ. നമുക്ക് ലാസ്റ്റ് കിട്ടിയൊരു കടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിലെ ഡോഗിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ആയിരുന്നു അവൻ കടിക്കുന്നുള്ള കാര്യം. കാരണം അവിടെ പോയി കടിക്കുക, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള ഇതാളാൻ പറഞ്ഞു. നമ്മൾ ചെല്ലുന്നു, ഡയറക്റ്റ് ചങ്ങല കയറി പിടിക്കുന്നു, കൈ അങ്ങോട്ട് കടിച്ചങ്ങ് പറിക്കുന്നു. ലാസ്റ്റ് ഒരു നാടൻ പട്ടി കണ്ടിട്ടില്ലേ ആലപ്പുഴ, അത് നമുക്ക് ലാസ്റ്റ് കിട്ടി കടി. അത് ഇതുപോലെ തന്നെ ചങ്ങല കയറിയിട്ടേക്കുവാണ്. അവർക്ക് 100% ഗ്യാരണ്ടിയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ അഴിക്കാൻ പറ്റില്ലാണ് കാര്യം. കാരണം നമ്മൾ കുനിഞ്ഞഴിക്കണമല്ലോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കമ്പെടുത്തിട്ട് ഇങ്ങനെ പൊക്കിങ് നോക്കി, ആ ചങ്ങല കൈ വന്നു, അപ്പം തന്നെ കയറി ഇവിടെ 2 കൈയും കടിച്ചങ്ങ് പറിച്ച്. ഡോഗോ പിന്നെ നമ്മൾ അങ്ങനെ ഒരു കടിയും നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അവൻ ഇറങ്ങി വന്നായിരുന്നു. നമ്മളിറങ്ങി ഒരു മൗണ്ട് ചെയ്യാൻ വേണ്ടി കയറി. ഇപ്പം നമ്മളതിന് ഒന്ന് തട്ടി മാറ്റിയപ്പം നമ്മൾ ആ പിടിച്ച് നിർത്തി ചെയ്ത സംഭവമാണ്. ഒരു മൗണ്ട് ചെയ്യാൻ കയറില്ലേ, ഇങ്ങനെ കാലക്കെട്ട് കയറി, ആ സംഭവമായിരുന്നു അത് കടിയായിട്ട് മാറിയത്. നമ്മളൊന്ന് പിടിച്ച് നിർത്താൻ നോക്കിയാ ഡോഗ്. പക്ഷേ ഈ കടിച്ച കടി എന്ന് പറഞ്ഞാൽ പക്കയായിരുന്നു. ഡോഗ് കടി ഇതുപോലെ ഇവനെ പോലെ തന്നെ ആയിരുന്നു. അവിടെ പോയി അഴിച്ച് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് അഴിച്ചാൽ കടിക്കുന്ന ഉറപ്പ് ഗ്യാരണ്ടി ആണല്ലോ. അതേ അവസ്ഥയായിരുന്നു. ആ കുറ്റിയിൽ നിന്ന് അഴിച്ചാൽ കടിക്കും. അത് ചങ്ങല പിടിച്ചാൽ കടിക്കും. വേറെ ഓപ്ഷനൊന്നുമില്ല എന്ന് പറഞ്ഞാലാണ് കടി കിട്ടിയത്. ഈ സാധനവും നമ്മൾ ആ വണ്ടി കയറി ഇരുന്നാൽ നിങ്ങൾക്കൊരു ലൈവ് ഒരു കടി കാണാന്നുള്ളൂ. തൽക്കാലം ഞാൻ കടി കാണിക്കുന്നില്ല. കളി മാത്രമല്ല, ഇത് തോൽവി സംഭവിക്കാന്നാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം ഇപ്പം ഇത് പറഞ്ഞല്ലോ, ഇത് മുപ്പര് പറഞ്ഞ പോലെ തന്നെ 1 മാസ്റ്റർ ഡോഗാണ്. പുള്ളി ശീലിപ്പിച്ച കാര്യങ്ങളെയാണ്. ചെറുപ്പം മുതലേ അവൻ ഈ വണ്ടിയാണ് അവൻ്റെ ലോകം. അതുപോലെ തന്നെ പുള്ളി കയറി ഏത് വണ്ടി കയറ്റി ഇരുത്തിയാലും ആൾ കയറി കടിക്കും. അപ്പം ഇതിലിപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി കയറി നിന്ന് കടി വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അല്ലാതെ വേറൊരു സാധനവും ഇതിൽ ചെയ്യാനില്ല. അപ്പോൾ ഇതിലിപ്പം ഡോഗും മച്ചാനും പവറാണ്. അതായത് മച്ചാൻ പറഞ്ഞ കാര്യം പക്കയാണ്, അവൻ കടിച്ചിരിക്കും. ഇപ്പോൾ ഞാനിതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കയറിയിരുന്ന് കടി വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ തോൽവി സമ്മതിച്ചുകൊണ്ട് തന്നെ കടി കിട്ടും, എന്താ പറയുക, കടിയങ്ങ് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവരൊന്നും കൊണ്ട് നടത്താം തൽക്കാലം. വണ്ടിക്ക് അത്രയും കാലം ചെയ്തേക്കുന്ന ഞാൻ പറയാം, ഫേക്കും അല്ല, പുള്ളി എല്ലാം ലൈവായിട്ടാണ്, എല്ലാം പക്കയാണ്. പുള്ളിക്ക് പറ്റുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യാറുള്ളൂ. അതെന്തായാലും കൊള്ളാം, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. താങ്ക് യു. നമുക്കൊന്ന് നടത്തിയാലോ? കടിയൊക്കെ വീട് കിട്ടോ ചിലപ്പോൾ. വാ പോവാ. ഇല്ല മച്ചാൻ വേണ്ട, ഞങ്ങൾ പോവാം. വാ. ആളൊരു പുലിയാട്ടോ, വേറൊരു ടൈപ്പ് ടെററാണ്. അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ. ആൾ പുലിയാട്ടോ, വേറെ ടൈപ്പാണ് ഡോഗ് ഓണറും പുലിയാണ്. പിടിച്ചോ.
അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. പുലിയാണ് ചെക്കനും പുലിയാണ്, മച്ചാനും പുലിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു അവസരത്തിൽ നമ്മൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ വീഡിയോയും നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇവനെ നമുക്ക് ഒന്നും കൂടെ വണ്ടി നയിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്നെ വിളിച്ചത് മച്ചാനാണ്. മച്ചാൻ തന്ന ചലഞ്ച് ഞാൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അത് നന്നായിട്ടുണ്ട്. അത് പുള്ളി വേറെ ഫേക്ക് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. നല്ലൊരു കാര്യമായിരുന്നു. ഓക്കെ, ആ ധൈര്യം അതെല്ലാവർക്കും കിട്ടണമല്ല, അത് ഞാൻ പറഞ്ഞേ. ഇച്ചിരി പൊങ്ങിയേക്കാം. എന്നായിക്കട്ടെ, അവനെ കയറ്റിക്ക്. എന്നാ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുള്ള കേട്ടോ. ഇത് നമ്മൾ റീലിടുള്ളൂ. ഇത് ഇവിടെ ഈ കൈ നോക്ക്, ഒന്നുകൂടെ നോക്ക്. ഒന്നുകൂടെ. ഈ റൗണ്ട് ഈ തുപ്പല തെറിപ്പിക്കും വണ്ടിയിൽ കേട്ടോ. നീ ഇടയ്ക്കൊന്നും കടിക്കാൻ നോക്കിയില്ലേ? കടിക്കാൻ നോക്കിയില്ലേ? നമ്മുടെ പട്ടി ബിസ്ക്കറ്റ് ഇപ്പൊ അറിയപ്പെടും. ഒരു ദിവസം വന്ന് കാറിൽ ഇറങ്ങണേ.